എന്തുകൊണ്ടാണ് ഓരോ വർഷം കഴിയുന്തോറും ഗുരുവിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്? ഗുരു കേരളത്തിൻ്റെ ഇരുൾമൂടിയ സാമൂഹിക ജീവിതത്തെ എങ്ങനെയാണ് പുതുക്കിപ്പണിതത്? അതിനെ സഹായിച്ച ഗുരുദർശനവും ഗുരു നടത്തിയ ഇടപെടലുകളും എന്തായിരുന്നു? അവ എങ്ങനെയെല്ലാമാണ് ഇന്ന് ഓർമ്മിക്കപ്പെടുന്നത്? ഗുരുദർശനത്തോട് വർത്തമാനകാലം എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട്? ഇത്തരം ചോദ്യങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ട് ഗുരുവിൻ്റെ മാറുന്ന കാലത്തെ പ്രസക്തി കൂടുതൽ ബോധ്യപ്പെടുന്നതിനും സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനും ഉള്ള ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഗുരുദർശനത്തെ വക്രീകരിക്കാനും ഗുരുവിനെ സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് ഉപയോഗിക്കാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ചിലർ നടത്തുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ ആവശ്യമായി വരികയാണ്. മനുഷ്യൻ എന്താണെന്നും മതമെന്താണെന്നും ദൈവഭാവന എന്താണെന്നുമൊക്കെ അത്യന്തം ലളിതസുന്ദരമായ വചനങ്ങളിലൂടെ മനുഷ്യർക്ക് കാട്ടിക്കൊടുത്ത മഹാത്മാവാണ് ഗുരു. സമൂഹത്തിൽ നീതിയെപ്പറ്റിയുള്ള മഹാസങ്കല്പങ്ങളുടെ പ്രകാശം സ്വന്തം ദർശനങ്ങളിലൂടെ ഗുരു ചൊരിയുകയാണ് ചെയ്തത്. ആ നീതി സാധ്യമാകണമെങ്കിൽ തുല്യതയോടെ മറ്റുള്ളവരെയും കാണാൻ കഴിയണം. അവിടെയാണ് നേരത്തെ ബഹുമാന്യനായ ശുഭകാനന്ദ സ്വാമികൾ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ സോദരത്വേന എന്ന ഗുരുവിൻ്റെ മഹത്വജനത്തിൻ്റെ ആഴങ്ങൾ തെളിയുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ അരുവിപ്പുറം പ്രതിഷ്ഠ മുതൽ സമാധി അടയുന്ന 1928 വരെയുള്ള 4 പതിറ്റാണ്ട് കാലമാണ് ഗുരുവിൻ്റെ സാമൂഹ്യവും ദാർശനികവുമായ ഇടപെടലുകളെല്ലാം ഉണ്ടായത്. 1888 മുതൽ 1928 വരെ. അതോടെയാണ് ഗുരു ലോകാരാധ്യനായി മാറുന്നത്. അത്തരം ഇടപെടലുകളുടെ തുടക്കത്തിൽ തന്നെയാണ് സോദരത്വേന എന്ന മഹാസന്ദേശം ഉരുവിടുന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. ജാതിയുടെയും മതത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അഴുക്ക് ചാലിലായിരുന്നു അന്ന് കേരളം കടന്നിരുന്നത്. ആ കേരളത്തിലെ മനുഷ്യരെ സാമൂഹ്യ ജീവിതത്തിൻ്റെ പ്രകാശപൂർണമായ വഴികളിലേക്ക് കൊണ്ടുവരണം. അതിനെ ഒരു മനുഷ്യനും മാറ്റി നിർത്തപ്പെട്ടുകൂടാ എന്ന് ഗുരുവിനറിയാമായിരുന്നു. മനുഷ്യർ പരസ്പരം സഹോദരരെ പോലെയായാൽ പിന്നെ അവർ തമ്മിൽ ഉച്ചനീചത്വത്തിൻ്റെയോ വേർതിരിവിൻ്റെയോ പ്രശ്നം ഉദിക്കുന്നില്ല. അങ്ങനെ സഹോദരഭാവത്തിൽ
പെരുമാറാൻ കഴിഞ്ഞാൽ എല്ലാ വിവേചനങ്ങളും അവിടെ അവസാനിക്കും. സ്വാഭാവികമായും നീതി സാധ്യമാവുകയും ചെയ്യും. അത്തരമൊരു അവസ്ഥയുണ്ടാകുമ്പോൾ അതൊരു മാതൃകാസ്ഥാനമാകും. അതാണ് അരുവിപ്പുറത്ത് മഹാനായ ഗുരു എഴുതി വച്ചത്. നാം പുതിയ കാലത്ത് ഇൻക്ലൂസീവ് എന്ന വാക്ക് കാര്യമായി ഉപയോഗിക്കുന്നുണ്ടല്ലോ. ആ വാക്കിലേക്ക് പുതിയ സമൂഹം വന്നതും ഈ വഴികളിലൂടെയൊക്കെ തന്നെയാണ്. ഒരാളും വിട്ടുപോകാത്ത വിധം എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നതാണ് ഇൻക്ലൂസീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സങ്കല്പം ആദ്യമായി പ്രകാശിതമായത് ഗുരുവചനങ്ങളിലൂടെയാണ് എന്നത് കാണാൻ വിഷമമില്ല. ഗുരുവിൻ്റെ സോദരത്വേന എന്ന സന്ദേശം മുൻപേ തന്നെ വെളിച്ചം പരത്താൻ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് സത്യത്തിൽ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്ക് കടന്നു വന്നത്.